കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ സ്നേഹ വന്ദനങ്ങൾ. 2023 ഒക്ടോബർ 7 ഗാസയിലെ മുസ്ലിങ്ങൾ യാതൊരു പ്രകോപനവുമില്ലാതെ ഇസ്രായേൽ രാഷ്ട്രത്തിനകത്തേക്ക് അതിക്രമിച്ചു കയറി ഇസ്രായേലികളും ഇസ്രായേലിലുണ്ടായിരുന്ന മറ്റു രാജ്യക്കാരുമടക്കം 1200-ലധികം പേരെ കൊല്ലുകയും പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമടക്കം 250-ലധികം പേരെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കുകയും ചെയ്തത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അങ്ങനെ തട്ടിക്കൊണ്ടുപോകപ്പെട്ടവരിൽ 32 വയസ്സുള്ള ഇസ്രായേലി യുവതി ഷിരി ബിബാസും അവരുടെ 2 ആൺമക്കളായ 4 വയസ്സുള്ള ഏരിയലും 9 മാസം പ്രായമുള്ള കിഫറും ഭർത്താവ് യാർഡൻ ബിബാസും ഉൾപ്പെട്ടിരുന്നു. യാർഡൻ ബിബാസിനെ വേറെ ഇടത്തു നിന്ന് വേറെ ടീമുകളാണ്, എല്ലാം ഗാസൻ മുസ്ലിങ്ങൾ തന്നെ, പക്ഷെ ഒരുമിച്ചല്ല തട്ടിക്കൊണ്ടുപോയത്, 2 സമയത്തായിട്ടാണ് കൊണ്ടുപോയത്. ഗാസൻ മുസ്ലിങ്ങളുടെ ആക്രമണ സമയത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിലൊന്നായ കിബുട്സ് നിർ ഓസിലാണ് ബിബാസ് കുടുംബസമേതം താമസിച്ചിരുന്നത്. ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോകപ്പെട്ടവരുടെ എല്ലാം വീഡിയോകൾ ഗാസൻ മുസ്ലിങ്ങൾ റെക്കോർഡ് ചെയ്ത് വാട്സാപ്പ് വഴിയും മറ്റും പ്രചരിപ്പിച്ചിരുന്നു. ഈ തട്ടിക്കൊണ്ടു പോകപ്പെട്ട ആളുകളുടെ തന്നെ മൊബൈൽ എടുത്തിട്ട് അവരുടെ അക്കൗണ്ട് വഴി ഈ ഫേസ്ബുക്കിലൊക്കെ ലൈവും കൊടുത്തിരുന്നു. അങ്ങനെയൊക്കെ അവർ ചെയ്തിരുന്നു. ഇതെന്തിനു വേണ്ടിയാണ് ഇവരിങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, ഗാസൻ മുസ്ലിങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്ന ആഗോള മുസ്ലിങ്ങളുടെ, അതായത് നമ്മുടെ കേരളത്തിൽ ഉള്ള, നമ്മുടെ തൊട്ടയൽവക്കത്ത് താമസിക്കുന്ന മുസ്ലിം വേണമെങ്കിലും ആകാം, നമുക്കറിയില്ല, കേരളത്തിൽ അടക്കമുള്ള മുസ്ലിങ്ങളുടെ ഉള്ളിലുള്ള ജൂതവിരോധത്തിനെ ആളിക്കത്തിക്കുകയും അതുവഴി കൂടുതൽ ഫണ്ട് നേടിയെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് അവർ ആ വീഡിയോ നെറ്റിലിട്ടത്. യാർഡൻ ബിബാസിനെ തട്ടിക്കൊണ്ടുപോകുന്ന വീഡിയോ ഇതാണ്. לעזה באותה שבת שחורה ירדן מובל באופנוע לכיוון הרצועה שהוא מוקף במחבלים, חלקם חמושים, 2 מהם לופתים אותו בחוזקה שלא יוכל לזוז. לאחר מכן ירדן מתועד מוקף בהמוני עזתים כבר בתוך הרצועה, כשהם מכים אותו תוך כדי צעקות, עושים בו שפטים עד זוב דם. ניתן לראות בבירור שהוא נפצע וכך נחטף לרצועה ללא ידיעה אם קיבל טיפול רפואי ראוי לפציעות האלה. ഷിരിയെയും കുട്ടികളെയും ഗാസൻ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോകുന്നത് അവർ തന്നെ വീഡിയോ പിടിച്ച് ഓൺലൈനിലിട്ടിരുന്നു. ആ വീഡിയോയും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോകളിലുള്ള ആളുകളെ എല്ലാം തട്ടിക്കൊണ്ടുപോകാൻ വന്ന ആൾക്കാരെയൊക്കെ ഇസ്രായേൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ നിയന്ത്രണത്തിലുള്ള യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഫോർ പലസ്റ്റൈൻ റെഫ്യൂജീസ് ഇൻ ദ നിയർ ഈസ്റ്റ് അഥവാ UNRWA എന്ന സംഘടനയിലുള്ളവരും ഷിരി ബിബാസിനെയും കുട്ടികളെയും തട്ടിക്കൊണ്ടുപോകുന്ന വീഡിയോയിൽ ഉണ്ടായിരുന്നു. ആ ആളുകൾ, അതിൻ്റെ ഏജൻസിയുടെ ആൾക്കാരടക്കം തട്ടിക്കൊണ്ടുപോകാൻ വന്നിരുന്നു. യഥാർത്ഥത്തിൽ ഷിരി ബിബാസിനെയും കുഞ്ഞുങ്ങളെയും കിഡ്നാപ്പ് ചെയ്യുന്ന വീഡിയോ ഗാസൻ മുസ്ലിങ്ങൾക്കൊരു തിരിച്ചടിയാവുകയാണ് ഉണ്ടായത്. 7-ാം നൂറ്റാണ്ടിലെ കാമപ്രാന്തനും ശിശുഭോഗിയും പ്രാകൃതനുമായ ഒരു കാട്ടറബിയുടെ വായിൽ നിന്ന് വീണ ജൂതവിരോധത്തിന്റെ വാക്കുകൾ അന്ധമായി വിശ്വസിച്ച് നടക്കുന്നവന്മാർക്ക് ആ വീഡിയോകളെല്ലാം വളരെ ഇഷ്ടമായി എന്നുള്ളത് ശരിയാണ്. എങ്കിലും 2 കുഞ്ഞുങ്ങളെ കൈകളിൽ എടുത്തിരിക്കുന്ന നിസ്സഹായയായ ഒരമ്മയെ തട്ടിക്കൊണ്ടുപോകുന്ന വീഡിയോ ആഗോളതലത്തിൽ മനുഷ്യത്വം അല്പമെങ്കിലുമുള്ള ആളുകളുടെ ഉള്ളിൽ ഗാസൻ മുസ്ലിങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധത്തിന് കാരണമായി. ഗാസൻ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഇസ്രായേലിന്റെ സൈനിക നടപടികൾക്ക് നേരെ പണ്ടത്തേതുപോലെ അതിശക്തമായ പ്രതിഷേധം അന്താരാഷ്ട്ര തലത്തിൽ ഉയരാതിരുന്നതിന് ഒരു കാരണം മാനവികതയുള്ളവരുടെ മനസ്സിൽ ആ വീഡിയോ ഏൽപ്പിച്ച ആഘാതമായിരുന്നു. ലെഫ്റ്റ് ലിബറൽസും മീഡിയ ജിഹാദിന്റെ കെണിയിൽ കുടുങ്ങിയ മാധ്യമ പ്രവർത്തകരും പറയുന്നത് പോലെയല്ല യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ കാര്യങ്ങൾ നടക്കുന്നതെന്ന് ലോകത്തുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്തതിൽ ആ വീഡിയോ വളരെ വലിയ പങ്കുവഹിച്ചു.
ഗാസൻ മുസ്ലിങ്ങൾ ഒക്ടോബർ 7 നടത്തിയ ഇസ്രായേൽ ആക്രമണത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബന്ദിയായ കിഫറിന്റെ ചിത്രം അന്താരാഷ്ട്ര പ്രതിഷേധത്തിന് കാരണമാവുകയും ഇസ്ലാമിക ജിഹാദിന്റെ ഇരകളായ നിരപരാധികളുടെ കഷ്ടപ്പാടിന്റെ ഒരു പ്രതീകമായി അത് മാറുകയും ചെയ്തു. ബ്രിങ് ദം ബാക്ക് ഹോം മൂവ്മെന്റുകാർ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഷിരി ബിബാസിന്റെയും കുഞ്ഞുങ്ങളുടെയും പോസ്റ്ററുകൾ ഒട്ടിച്ച് ജനമനസാക്ഷി ഉണർത്തിക്കൊണ്ടിരുന്നു. ഒക്ടോബർ 7 അവരെ തട്ടിക്കൊണ്ടുപോയി 1.5 മാസം കഴിഞ്ഞപ്പോൾ 2023 നവംബർ 23 ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസം ബ്രിഗേഡ് പുറത്തുവിട്ട പ്രസ്താവന ഇങ്ങനെയായിരുന്നു: ഗാസ മുനമ്പിൽ സയണിസ്റ്റ് ഷെല്ലാക്രമണത്തിന്റെ ഫലമായി തങ്ങളുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന 3 സയണിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. 3 സയണിസ്റ്റുകൾ ഏതാണ്? 9 മാസം പ്രായമുള്ള കുഞ്ഞിനെയൊക്കെയാണ് ഈ വിളിക്കുന്നത് സയനിസ്റ്റ് എന്ന്. അവർ 1 ഷിരി സിൽവർമാൻ ബിബാസ്, 2 കിഫിർ ബിബാസ്, 3 ഏരിയൽ ബിബാസ്. ഇവർ കൊല്ലപ്പെട്ടു എന്ന് ഗാസൻ മുസ്ലിങ്ങൾ പ്രസ്താവന ഇറക്കിയെങ്കിലും അതിന് യാതൊരുവിധമായ തെളിവുകളും അവർ നൽകുകയുണ്ടായില്ല. ഈ പ്രസ്താവനയുടെ പിറ്റേ ദിവസം ഗാസൻ മുസ്ലിങ്ങളുടെ തടങ്കലിൽ ഉണ്ടായിരുന്ന യാർഡൻ ബിബാസിന്റെ ഒരു വീഡിയോയും, പ്രത്യേകം ഓർക്കണം, ഈ കുടുംബത്തെ ഒന്നടങ്കമല്ല തടവിലിട്ടിരിക്കുന്നു കേട്ടോ. അമ്മയും കുഞ്ഞുങ്ങളും പിന്നെ അവരുടെ അപ്പൻ അല്ലെങ്കിൽ ഷിരിയുടെ ഭർത്താവ് യാർഡൻ ഒന്നും ഒരുമിച്ചൊന്നുമല്ല. യാർഡനെ വേറെ ഏതോ സ്ഥലത്താണ്, അതുപോലെ ഇവരും വേറെ ഇടത്ത്. എന്നിട്ട് ഈ പിറ്റേ ദിവസം യാർഡൻ ബിബാസിന്റെ ഒരു വീഡിയോ പുറത്തിറക്കുകയാണ്. അൽ ഖസം ബ്രിഗേഡ് തന്നെയാണ് ആ വീഡിയോയും പുറത്തുവിട്ടത്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു ആ വീഡിയോ. ബിബി, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരായിരുന്ന എൻ്റെ ഭാര്യയെയും 2 കുട്ടികളെയും നിങ്ങൾ ബോംബിട്ട് കൊന്നു. ഇസ്രായേൽ മണ്ണിൽ അടക്കം ചെയ്യാൻ വേണ്ടി അവരെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരിക. എന്നെയും എൻ്റെ ഭാര്യയെയും കുട്ടികളെയും വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്നായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. വീഡിയോ കണ്ടു നോക്കാം. ביבי, הפצצת את המשפחה שלי, הרגת לי את האישה ואת הילדים שלי, כל מה שהיה לי בחיים. מה שאתה יכול לעשות זה להחזיר אותי ואותם הביתה, שיקבעו בישראל. אני מתחנן אליך, תחזיר אותי ואת אשתי ואת הילדים שלי הביתה. בבקשה, אני מתחנן אליך. സത്യത്തിൽ അപ്പോഴും ഷിരി ബിബാസും കുട്ടികളും കൊല്ലപ്പെട്ടോ ഇല്ലയോ, കൊല്ലപ്പെട്ടെങ്കിൽ തന്നെ അത് ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിലാണോ അല്ലയോ എന്നൊന്നും സ്ഥിരീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഒരു തെളിവും ഗാസൻ മുസ്ലിങ്ങൾ നൽകിയിരുന്നില്ല. പിന്നീട് ഇപ്പോൾ ഈ താൽക്കാലിക വെടിനിർത്തൽ കരാർ അനുസരിച്ച് ഇസ്രായേൽ ജയിലിൽ കിടക്കുന്ന കൊടും കുറ്റവാളികളായ ജിഹാദികളെ വിട്ടയക്കുന്നതിന് പകരം ഗാസൻ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ സ്വതന്ത്രരാക്കുന്നതിന്റെ ഭാഗമായി ഷിരി ബിബാസിന്റെ ഭർത്താവ് യാർഡൻ ബിബാസിനെ ഗാസൻ മുസ്ലിങ്ങൾ വിട്ടയച്ചിരുന്നു. ആ വീഡിയോയും കാണാം. Uniform is approaching again alongside with the fighters from Al Qassam brigades to the stage next to those fighters. They are trying to show a scene that those Israeli captives have come out from captivity with a very good health in comparison with Palestinian prisoners who usually get out from the Israeli jails exhausted, dehydrated and completely worn out. But what we can see right now is that those Israeli captives are right now trying to be handed over to the ICRC with a very good health condition. And right now we can see also some symbolic scenes for that Israeli captive waving again like his peer to Palestinian crowds who come here today in order to witness this historic moment. Now, this historic moment is taking place in the city of Khan Yunis, just to remind our viewers. And now the military fighters are walking beside the Israeli captive in order to be handed over to the ICRC members who are waiting at the other end along with the vehicles. And now the military wing of Hamas is officially handing over this Israeli captive to the ICRC. This is a historic moment in the ഗാസൻ മുസ്ലിങ്ങളുടെ തടവിൽ നിന്ന് മോചിതനായി ഇസ്രായേലിൽ തിരിച്ചെത്തിയതിനു ശേഷമുള്ള യാർഡൻ ബിബാസിന്റെ ആദ്യ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: 2023 ഒക്ടോബർ 7 എന്നെ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി.
2025 ഫെബ്രുവരി 1 ഞാൻ മറ്റൊരു രാജ്യത്തേക്ക് മടങ്ങി. ദുരന്ത സമയത്ത് ഇസ്രായേലിലെ ജനങ്ങൾ ഒന്നിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എത്രത്തോളം എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും പിന്തുണച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും നിങ്ങൾ നൽകിയ ശക്തിക്ക് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർ എന്നോട് പറഞ്ഞു. നന്ദി എന്നുള്ള വാക്ക് നിങ്ങളോടുള്ള എൻ്റെ നന്ദി പ്രകടിപ്പിക്കാൻ പര്യാപ്തമല്ല. IDF സൈനികർക്ക് ഒറ്റ വാചകത്തിൽ നിങ്ങൾ ഓരോരുത്തന്മാരും വീരന്മാരാണ്. നന്ദി. ദുഃഖകരമെന്ന് പറയട്ടെ, എൻ്റെ കുടുംബം ഇതുവരെ എന്നിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. അവർ ഇപ്പോഴും അവിടെയുണ്ട്. എൻ്റെ വെളിച്ചം ഇപ്പോഴും അവിടെയുണ്ട്. അവർ അവിടെ ഉള്ളിടത്തോളം കാലം ഇവിടെ എല്ലാം ഇരുണ്ടതാണ്. നിങ്ങൾക്ക് നന്ദി. എന്നെ തിരികെ കൊണ്ടുവന്നു. എൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം തിരികെ കൊണ്ടുവരാൻ എന്നെ സഹായിക്കും. എൻ്റെ ഉറ്റ സുഹൃത്തുക്കളിൽ ഒരാൾ ഉൾപ്പെടെ 79 ബന്ദികൾ ഇപ്പോഴുമുണ്ട്. വീട്ടിൽ അവരെ കാത്തിരിക്കുന്ന കുടുംബങ്ങളും ഭാര്യ ഭർത്താക്കന്മാരും കുട്ടികളും സുഹൃത്തുക്കളുമുണ്ട്. എല്ലാവരും വീട്ടിലേക്ക് മടങ്ങുന്നതിന് നമുക്ക് കഴിയുന്നതെല്ലാം ചെയ്യാം. ദയവായി നിർത്തരുത്. എല്ലാവരെയും തിരികെ കൊണ്ടുവരാനുള്ള പോരാട്ടം തുടരുക. ഇസ്രായേൽ ജനങ്ങളോട് അവസാനമായി ഒരു അഭ്യർത്ഥന. നമ്മുടെ അത്ഭുതകരമായ രാഷ്ട്രത്തിന്റെ ഐക്യം ഞാൻ കണ്ടു. ദയവായി നമ്മൾ ഒന്നിക്കാൻ വേണ്ടി അടുത്ത ദുരന്തം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കരുത്. ഐക്യമാണ് നമ്മുടെ ശക്തി. പ്രധാനമന്ത്രി നെതന്യാഹു ആരും എന്നോട് കൽപ്പിച്ചിട്ടില്ലാത്ത എൻ്റെ സ്വന്തം വാക്കുകളിലൂടെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. എൻ്റെ കുടുംബത്തെ തിരികെ കൊണ്ടുവരിക, എൻ്റെ സുഹൃത്തുക്കളെ തിരികെ കൊണ്ടുവരിക, എല്ലാവരെയും വീട്ടിലേക്ക് കൊണ്ടുവരിക. ഇതായിരുന്നു യാഡം ബിബാസിൻ്റെ ആദ്യത്തെ പ്രസ്താവന. ഈ സമയത്ത് യാഡം ബിബാസൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഷിരി ബിബാസും കുഞ്ഞുങ്ങളും ജീവനോടെ തന്നെ ഉണ്ടെന്നാണ്. കാരണം ഇവർ കൊല്ലപ്പെട്ടു എന്നുള്ളതിന് ഒരു തെളിവും നൽകിയിട്ടില്ല. അതുമാത്രമല്ല, ഈ യാർഡനെ വിട്ടയക്കുന്ന സമയത്ത് ഇവരെഴുതി കൊടുത്തൊരു പ്രസ്താവന അദ്ദേഹത്തെ കൊണ്ട് വായിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ആ പ്രസ്താവനയിൽ ഇത്രയും നാളും തങ്ങളെ സൂക്ഷിച്ചതിന് നന്ദിയൊക്കെ, ഹമാസിന് നന്ദി പറയിപ്പിക്കുന്ന പരിപാടിയൊക്കെ, നന്ദി പറയിപ്പിക്കാൻ മാത്രമല്ല എത്രയും വേഗം എൻ്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ഒപ്പം ചേരാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ അതിനകത്ത് എഴുതി വെച്ചിരുന്നു. ആ മനുഷ്യനെ കൊണ്ട് അത് വായിപ്പിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്ത അവർ ജീവനോടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ പ്രസ്താവന നടത്തിയത്. എൻ്റെ വെളിച്ചം ഇപ്പോഴും അവിടെയാണ്, എൻ്റെ ഭാര്യയും മക്കളും അവിടെയാണ്, എൻ്റെ വെളിച്ചം അവിടെയാണ്, അതുകൊണ്ട് ഇവിടെ എല്ലാം എനിക്ക് ഇരുണ്ടിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ സമയത്തൊന്നും അറിയില്ല കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം. ഏതായാലും അതിനുശേഷം പിന്നീട് ഈ ഷിരി ബിബാസിൻ്റെയും 2 മക്കളുടെയും മൃതദേഹങ്ങൾ ഗാസൻ മുസ്ലിങ്ങൾ ഇസ്രായേലിന് അല്ലെങ്കിൽ റെഡ് ക്രോസിന് കൈമാറി. റെഡ് ക്രോസ് ഇസ്രായേലിന് കൊടുത്തു. റെഡ് ക്രോസ് ഒക്കെ നമ്മൾ ചിന്തിക്കുന്ന പോലത്തെ സംഘടനകളെ അല്ല. ആ പ്രദേശത്തുള്ള, നമ്മുടെ നാട്ടിൽ നിന്ന് എനിക്കറിയില്ല, ആ പ്രദേശത്തുള്ള റെഡ് ക്രോസ് എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് ഹമാസിന്റെ നിയന്ത്രണത്തിലാണ്. അല്ലെങ്കിൽ ഹമാസുമായിട്ട് ഭയങ്കര സ്നേഹബന്ധത്തിലാണ്. അത് ഐക്യരാഷ്ട്രസഭയുടെ കൂട്ടരായാലും ഇവരായാലും റെഡ് ക്രോസ് ആയാലും മറ്റുള്ളതെല്ലാം അങ്ങനെ തന്നെയാണ്. ഇസ്രായേലിനെതിരായിട്ട് ആംനസ്റ്റി ഇന്റർനാഷണലും അത് തന്നെ. ഇസ്രായേലിനെതിരായിട്ട് ഈ ഹമാസിന്റെയും കൂട്ടരുടെയും കൂടെ നിൽക്കും. ഗാസൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി തന്നെ സംസാരിക്കുന്നുള്ളൂ. ഗാസൻ മുസ്ലിങ്ങൾ ചെയ്യുന്നത് കൊള്ളരുതായ്മകളൊന്നും ഇവർ കാണുകയില്ല. അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുകയില്ല. ഇതൊന്നും ചെയ്യില്ല. ഏതായാലും ഇവരുടെ ഡെഡ് ബോഡി റെഡ് ക്രോസിന് കൈമാറിയ ആ സംഭവം ഉണ്ടല്ലോ, വളരെ വൃത്തികെട്ട അല്ലെങ്കിൽ മനുഷ്യത്വമുള്ള ഏതൊരാളുടെയും മനസ്സിൽ വളരെയധികം അറപ്പും വെറുപ്പും ജുഗുപ്സയും ഉളവാക്കുന്ന രീതിയിൽ ആ ഡെഡ് ബോഡികളൊക്കെ വെച്ച് സൈനിക പരേഡൊക്കെ നടത്തിയിട്ടാണ് ഗാസൻ മുസ്ലിങ്ങൾ ആ ശവശരീരങ്ങൾ ഇസ്രായേലിന് കൈമാറിയത്. അതിൻ്റെ വീഡിയോ കാണാം. ആ പരേഡിന്റെ സമയത്ത് ഗാസൻ മുസ്ലിങ്ങളുടെ കുട്ടികൾ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന്റെ വീഡിയോകൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും. കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതും കൂടി തരാം.
അതിലൊരുത്തി പറയുന്നുണ്ടായിരുന്നു, ഇത് ഞങ്ങളുടെ വിജയമാണ്. അവർ ജീവനോടെ ഗാസയിൽ പ്രവേശിച്ചു, പക്ഷെ ഇന്ന് അവർ ശവപ്പെട്ടികളിലാണ് തിരിച്ചു പോകുന്നതെന്ന്. بأن العدل حق ويعرف حقنا غرب وشرق وللحرية الحمراء بحر بغير عصاك يحيى لا يشق. ശവശരീരങ്ങൾ വെച്ച് പരേഡ് നടത്തുന്ന മുതിർന്നവരും അതിലാനന്ദിക്കുന്ന അഭിമാനിക്കുന്ന കുട്ടികളും ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുന്ന ഒരു ചിത്രമാണത്. ഇനിയുമുണ്ട് കുറേയേറെ വീഡിയോകൾ, പക്ഷെ അതെല്ലാം യൂട്യൂബിൽ ഇടാൻ പറ്റില്ല. ഇട്ട് കഴിഞ്ഞാൽ ഈ ജിഹാദികൾക്ക് വേണ്ടി കുഴലൂതാൻ നടക്കുന്ന യൂട്യൂബ് അധികൃതർ ഈ ചാനൽ തന്നെ എടുത്ത് എന്നേക്കുമായിട്ട് കളയും. നമുക്കറിയാം, നമുക്ക് മുന്നനുഭവമൊക്കെ ഉണ്ട് ചാനലൊക്കെ പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ വീഡിയോകളൊന്നും ഇതിൽ ഉൾപ്പെടുത്താത്തത്. ഗാസയിലെ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും എന്ന് പറഞ്ഞ് ഗാസൻ ജിഹാദികൾക്ക് വേണ്ടി മോങ്ങുന്ന മതേതരന്മാർ ഇനിയെങ്കിലും എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലോ വീഡിയോകൾക്ക് കീഴെയോ മോങ്ങാൻ വരുമ്പോൾ ഓർത്തിരിക്കുക, നിങ്ങളെപ്പോലെ ആണും പെണ്ണും കെട്ടവരല്ല ബാക്കി എല്ലാവരും എന്ന്. ഗാസയിലെ നിരപരാധികൾ എന്ന പ്രയോഗം വെറും അശ്ലീലമാണ്, വെറും അശ്ലീലം. അവിടെ വളർന്നു വരുന്ന ഓരോ ജിഹാദി കുഞ്ഞിൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം ഒരു യഹൂദനെയെങ്കിലും കൊന്ന് രക്തസാക്ഷിയാവുക എന്നതാണ്. നിരപരാധി എന്ന് പറഞ്ഞ ഒരുത്തരും അവിടെ ഇല്ല. UNRWAയുടെ കീഴിലുള്ള സ്കൂളുകളിലടക്കം പഠിപ്പിക്കുന്നത് ഈ യഹൂദ വിദ്വേഷമാണ്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജിഹാദി കുഞ്ഞുങ്ങളുടെ ഇൻ്റർവ്യൂകൾ ഇൻ്റർനെറ്റിൽ ഇഷ്ടം പോലെയുണ്ട്, ഇഷ്ടം പോലെ. ഞാൻ അതിൽ ഒരെണ്ണം മാത്രം നിങ്ങളെ കാണിക്കാം, നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണില്ല. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്ന ഞങ്ങൾ ഇത്തരം വീഡിയോകൾ സ്ഥിരം കാണുന്നതാണ്. സാമ്പിളിന് വേണ്ടി ഒരെണ്ണം മാത്രം, കാരണം സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഒരെണ്ണം മാത്രം കാണിക്കുന്നത്. لأنه نعمل حرب إنه نفرج اليهود إنه إحنا مش إنه إحنا مش شاطرين، إحنا قوايا كمان. في ناس بحبوا فلسطين بدهم يحاربوا وبضحوا بدمهم عشان فلسطين. أنا بدي أهزمهم بالحرب، بدي أهزمهم. بيعلمونا إنه الأقصى إلنا وإلنا يعني الحق، يعني إلنا فلسطين والأراضي كلها إلنا، لأنهم بسبب كذبهم وانتهاكاتهم إنهم يقولون إنه الهيكل تحت المسجد الأقصى، ولا مرة إنه يكون الهيكل تحت المسجد الأقصى. أنا أقرأ اليهود. بعلمونا إن الصهيونية هم أعدائنا وهم أهم إشي لازم يسوي فيهم عملية. يعني إنهم بيعلمونا بالمدرسة إنهم إرهابيين بيحكوا لنا عن اليهود إنهم هدول مش منيح وهدول بقتلوا قاعدين بشبابنا. بيحكوا لنا هدول غدارين، وبيحكوا لنا إنه هدول بغدرونا، هدول مش منيح. إذا بطعن بدعس عليهم، عمل عمليات. كيف يعني؟ الدعس، عمليات الدعس، عمليات الطعن والاشتباك المسلح في المخيمات. ايش اكيد هدول العمليات بترفع الراس ولفلسطين. العمليات هاي تاعت الدعس والسكاكين هاي اشي بيرفع الراس لفلسطين. اذا بدك بطلع بستشهد عادي. انا ان شاء الله اساعد الشباب وان شاء الله اصير مقاوم بالمستقبل مع الدولة الإسلامية. ഈ ഇസ്രായേൽ വിരോധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇസ്ലാം മതം രൂപം കൊള്ളുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഈ ഇസ്രായേൽ വിരുദ്ധത അവിടെയുള്ള ജനങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇസ്രായേൽ പ്രദേശത്തിൻ്റെ ചുറ്റുപാടുള്ള ജനങ്ങളുടെ ഉള്ളിൽ ഇതുണ്ട്. ഇത് ജീനുകളിലൂടെ തലമുറയായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്ന സാധനമാണിത്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ യഹോവയായ ദൈവം ഇസ്രായേലിന് കൽപ്പന കൊടുത്തപ്പോൾ പറഞ്ഞത്, ഞാൻ നിനക്ക് അവകാശമായി തരുന്ന ദേശത്തിൻ്റെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിലുള്ളവർ നിന്റെ ഊഴിയവേലക്കാരായിരിക്കണം, അവർ നിനക്ക് കീഴടങ്ങിയിരിക്കണം എന്ന്. ഇസ്രായേൽ അവരെ ഊഴിയവേലക്കാരാക്കി നിർത്തിയില്ലെങ്കിൽ അവർ ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കും എന്നുള്ളത് കൊണ്ടാണ് ദൈവം ആ കൽപ്പന അവർക്ക് കൊടുത്തത്. ലിബറലിസവും മതേതരത്വവും തലയ്ക്ക് പിടിച്ചതിനാൽ സുബോധം എന്നത് 7 അയലത്തുകൂടി പോയിട്ടില്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങളിലെ ഗവൺമെന്റുകൾ ശതകോടിക്കണക്കിന് ഡോളറുകൾ
അഥവാ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് മത തീവ്രവാദം കുട്ടികളുടെ ഉള്ളിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്ന UNRWAക്ക് സംഭാവനയായി നൽകുന്നത്. വാസ്തവത്തിൽ 1948 മുതൽ ഇന്നുവരെ ലോകരാജ്യങ്ങളിൽ നിന്ന് പലസ്തീനികൾക്ക് കിട്ടിയ സംഭാവനകൾ നോക്കിയാൽ ഗാസയിലും ഗലീലിയിലും ശമരിയയിലും ജീവിക്കുന്ന പലസ്തീനികൾ എന്ന് തങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്ന ഓരോരുത്തരും കുറഞ്ഞത് 1 കോടിയെങ്കിലും വെച്ച് കൊടുക്കാനുള്ളതുണ്ടാകും. മനസ്സിലായ? അത്രയധികമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അതെല്ലാം ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി ആയുധങ്ങൾ വാങ്ങാനും ടണലുകൾ പണിയാനുമാണ് അവർ ഉപയോഗിക്കുന്നത്. പിന്നെ ഇസ്രായേലിനെ ആക്രമിക്കുന്ന, അവിടെ ചെന്ന കൊലപാതകമോ മറ്റുമൊക്കെ നടത്തുന്ന ആൾക്കാരുടെ കുടുംബക്കാർ അവരെ പിടിച്ച് ജയിലിലിടും. ഇസ്രായേലിൽ വധശിക്ഷ ഇല്ലാത്തതുകൊണ്ട് ചാകുമെന്ന് പേടിക്കണ്ട, ധൈര്യമായിട്ട് പോയി അവിടെ ആക്രമണം നടത്താം. ഇസ്രായേൽ സൈനികർ അവരെ പിടിച്ച് അല്ലെങ്കിൽ പോലീസ് പിടിച്ചിട്ട് പിന്നെ ജയിലിലിടുകയുള്ളൂ. ആ സമയത്ത് ഇവരുടെ കുടുംബം ഇവിടെയാണല്ലോ, ഈ ഗലീലയിലും ശമരിയയിലും അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിലും പിന്നെ ഗാസയിലും ആണല്ലോ കുടുംബങ്ങൾ. ആ കുടുംബങ്ങൾക്ക് മാസാമാസം പെൻഷൻ കിട്ടും. പിന്നെ മനസ്സിലായ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പണം ചെലവഴിക്കുന്നത്, അല്ലാതെ പലസ്തീനികളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ഏതായാലും അത് വേറെ വിഷയമാണ്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഈ ഗാസൻ മുസ്ലിങ്ങൾ വിട്ടുകൊടുത്ത ശവശരീരങ്ങളുടെ ഫോറൻസിക് പരിശോധന നടത്തിയപ്പോഴാണ് മനസ്സിലായത് ഷിരി ബിബാസിന്റെ മൃതദേഹം എന്ന് പറഞ്ഞ് ഗാസൻ മുസ്ലിങ്ങൾ കൊടുത്തയച്ചത് ഷിരി ബിബാസിന്റെ മൃതദേഹമായിരുന്നില്ല, വേറെ ആരുടെയോ ഡെഡ് ബോഡിയാണ് ഷിരി ബിബാസിൻ്റെ എന്ന് പറഞ്ഞ് കൊടുത്തയച്ചിരിക്കുന്നത്. നിങ്ങൾ ആ കുടുംബക്കാരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഗാസൻ മുസ്ലിങ്ങൾ അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ഷിരി ബിബാസിനെയും അവരുടെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും തട്ടിക്കൊണ്ടുപോയി. മറ്റൊരിടത്തു നിന്ന് അവരുടെ ഭർത്താവിനെയും തട്ടിക്കൊണ്ടുപോയി. ഏതാണ്ട് 1.25 വർഷത്തിന് ശേഷം ഭർത്താവിനെ വിട്ടയച്ചു. ഭാര്യയും കുഞ്ഞുങ്ങളും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് അവരുടെ ശവശരീരങ്ങളും കൊടുത്തയച്ചു. അവർക്കിനി ആകെ ചെയ്യാനുള്ളത് ആ മൃതദേഹങ്ങൾ മാന്യമായി അടക്കം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അവസാനം ആ മൃതദേഹങ്ങളെ സൈനിക പരേഡൊക്കെ നടത്തി അപമാനിച്ച് തിരിച്ചയച്ചതിന് ശേഷം വീട്ടുകാരത് അടക്കം ചെയ്യാൻ നോക്കുമ്പോഴാണ് അറിയുന്നത് അത് അവരുടെ കുടുംബത്തിലെ ആളുടെ മൃതദേഹമല്ല, അവർക്കറിയാത്ത ആരുടെയോ മൃതദേഹമാണത്. അവരുടെ ദുഃഖത്തിന്മേൽ ദുഃഖം വർദ്ധിപ്പിക്കുന്ന ഈ ഹീനപ്രവൃത്തികൾ ചെയ്യാൻ ഗാസൻ മുസ്ലിങ്ങൾക്കല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക? ഏതായാലും ഇസ്രായേൽ സർക്കാർ നിലപാട് കർശനമാക്കിയപ്പോൾ ഗാസൻ മുസ്ലിങ്ങൾ ഷിരി ബിബാസിന്റെ മൃതദേഹം തന്നെ പിന്നീട് കൊടുത്തയച്ചു. ഈ 3 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നത് പിന്നീടാണ്. ഫോറൻസിക് റിപ്പോർട്ടുകളിൽ നിന്ന് തെളിഞ്ഞത് ഷിരി ബിബാസും കുഞ്ഞുങ്ങളും മരിച്ചത് ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിലല്ല. ആ കുഞ്ഞുങ്ങളെ ഗാസൻ മുസ്ലിങ്ങൾ അവരുടെ വെറും കൈകൾ കൊണ്ട് കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ്. വെറും 9 മാസം പ്രായമുള്ള കൊച്ച്, അതുപോലെ 4 വയസ്സ് പ്രായമുള്ള കുഞ്ഞ്, ഈ 2 കുഞ്ഞുങ്ങളെയാണ് ഗാസൻ മുസ്ലിങ്ങൾ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നത്. അതിനുശേഷം വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതുപോലെ ആക്കി തീർക്കാൻ വേണ്ടി ഗാസൻ മുസ്ലിങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ വികൃതമാക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളുടെ അതുപോലെ അവരുടെ അമ്മയുടെ മൃതദേഹങ്ങൾ വികൃതമാക്കുകയായിരുന്നു. അത് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞതാണ്. അവർ കഴുത്ത് ചരിച്ചു കൊന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കല്ലുകൊണ്ട് ചതച്ച് വികൃതമാക്കി കളഞ്ഞു. കാരണം ഫോട്ടോകൾ കണ്ടു കഴിഞ്ഞാൽ വിമാനാക്രമണത്തിൽ അല്ലെങ്കിൽ ഒരു ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണെന്ന് തോന്നണം. അതിനുവേണ്ടിയാണ് ഗാസൻ മുസ്ലിങ്ങൾ ആ മൃതദേഹങ്ങളെ വികൃതമാക്കിയത്. മനുഷ്യത്വത്തിന്റെ കണികയെങ്കിലും അവശേഷിച്ച ഒരാളും സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. എന്നാൽ ഗാസൻ മുസ്ലിങ്ങൾ അത് ചെയ്തു. എന്താണ് കാരണം? ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കട്ടെ. ഈ ഗാസൻ മുസ്ലിങ്ങൾ എന്ന് ഞാൻ ആവർത്തിച്ച് പറയുമ്പോൾ ഇപ്പൊ കുറെ എണ്ണം വരും, എനിക്കറിയാം, കമന്റ് ബോക്സിൽ വന്നും മെഴുകും. മൊത്തം ഗാസക്കാരെയും നിങ്ങൾ അടച്ചു പറയരുത്, ഹമാസ് എന്ന് പറയണം. ഹമാസ് ആണ് ഈ ക്രൂരകൃത്യം ചെയ്തത്, എല്ലാ ഗാസ മുസ്ലിങ്ങളും അല്ല, അല്ലെങ്കിൽ ഗാസക്കാർ മുഴുവനല്ല. ഗാസക്കാർ നിരപരാധികളാണ്. അതിനകത്ത് സ്ത്രീകളും കുഞ്ഞുങ്ങളടക്കം പാവപ്പെട്ട ആളുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അവരൊക്കെ നിരപരാധികളാണെന്നും പറഞ്ഞ് ചിലർ വരുമെന്ന് എനിക്കറിയാം. അത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത്, 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് പ്രവേശിച്ച പലസ്തീനികളിൽ 70% പേരും സിവിലിയൻസ് ആയിരുന്നു. മനസ്സിലായോ? 70%, 70 അതിൽ കൂടുതലും പേരും സിവിലിയൻസ് ആയിരുന്നു. ഹമാസിന്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള അവിടെ വേറെയും
ഇസ്ലാമിക സംഘടനകളുണ്ട്, തീവ്രവാദ സംഘടനകളുണ്ടല്ലോ. തീവ്രവാദം എന്ന് പ്രത്യേകിച്ച് പറയേണ്ട, ഇസ്ലാമിക സംഘടന എന്ന് പറഞ്ഞാൽ അത് ഭീകരവാദ സംഘടന തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഗാസയിൽ ഇഷ്ടം പോലെ ഇസ്ലാമിക സംഘടനകളുണ്ട്. അവരുടെ യൂണിഫോം അണിഞ്ഞിട്ട് ആളുകൾ അങ്ങോട്ട് പോയി ആക്രമണം നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആ യൂണിഫോം അണിഞ്ഞ ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. 20-25% പേരെ ഉണ്ടാവുള്ളൂ യൂണിഫോം അണിഞ്ഞവർ. ബാക്കിയുള്ളവരൊക്കെ യൂണിഫോം അണിയാത്ത സാധാരണക്കാരായിരുന്നു, സിവിലിയൻസ്. ഷിരീബിബാസിനെയും അവരുടെ കൈക്കുഞ്ഞുങ്ങളെയും കിഡ്നാപ്പ് ചെയ്ത് ഗാസയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയതും UNRWAയിലെ ജോലിക്കാരടക്കമുള്ള അതേ സിവിലിയൻസ് ആയിരുന്നു. അതുപോലെ യാർഡൻ ബിബാസിനെ തട്ടിക്കൊണ്ടുപോയതും ഹമാസ് ആയിരുന്നില്ല, ഗാസയിലെ സിവിലിയൻസ് ആയിരുന്നു. ആ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. അവരെ തട്ടിക്കൊണ്ടുപോയവരാരും ഹമാസിൻ്റെയോ മറ്റേതെങ്കിലും പലസ്തീൻ ഇസ്ലാമിക സംഘടനകളുടെയോ യൂണിഫോം ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായ? കൂടാതെ ഈ തട്ടിക്കൊണ്ടുപോകൽ സന്തോഷത്തോടെ പകർത്തിയ മാധ്യമപ്രവർത്തകരുമുണ്ട്. അവരെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് സെൽഫി എടുക്കുന്ന ഗാസയിലെ സിവിലിയൻസ് ഈ ബന്ദീനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് സെൽഫി എടുക്കുകയാണ്. അങ്ങനെ കൊണ്ടുപോയതിൽ അവർ യാർഡനെ മാത്രമേ ജീവനോടെ തിരികെ വിട്ടുള്ളൂ. അയാളുടെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. എന്നിട്ട് ആ ഡെഡ് ബോഡികൾ അവർ വികൃതമാക്കി. അതിനുശേഷം ആ വികൃതമാക്കിയ ഡെഡ് ബോഡികൾ അവർ ഇസ്രായേലിന് വിൽക്കുകയാണ്. വിൽക്കുക എന്നുള്ള വാക്ക് ഞാൻ ബോധപൂർവം ഉപയോഗിച്ചതാണ്. ഇസ്രായേലിനകത്ത് കൊലപാതകമടക്കമുള്ള കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പലസ്തീൻ കൊടും കുറ്റവാളികളെ വിട്ടയക്കുന്നതിനുള്ള പ്രതിഫലമായിട്ടാണ് അവർ ആ ശവശരീരങ്ങൾ ഇസ്രായേലിന് വിൽക്കുന്നത്. ഷിരീബിബാസിന്റെ മാതാപിതാക്കളും ഈ ഒക്ടോബർ 7 ഗാസൻ മുസ്ലിങ്ങളുടെ കയ്യാൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഷിരീബിബാസിന്റെ മാതാപിതാക്കൾ, അവർ രണ്ടുപേരെയും കൊന്നത് ഇവർ തന്നെ. ഷിരീബിബാസിനെയും കുഞ്ഞുങ്ങളെയും തട്ടിക്കൊണ്ടുപോയി അവരെയും കൊന്നു. ഒറ്റയടിക്ക് 3 തലമുറയാണ് ഇവന്മാരില്ലാതാക്കിയത്. മാതാപിതാക്കള്, മകള്, പേരക്കുട്ടികൾ, 3 തലമുറയെ ഒറ്റയടിക്ക് ഇവന്മാരില്ലാതാക്കി കളഞ്ഞു. ആ മാതാപിതാക്കളുടെ കല്ലറയ്ക്കരികിൽ തന്നെയാണ് ഷിരീബിബാസിന്റെയും കുഞ്ഞുങ്ങളുടെയും ശവശരീരങ്ങൾ അടക്കം ചെയ്തത്. അത് ഇസ്രായേലിൽ തന്നെ വളരെ ഒരു ദുഃഖാചരണം, നാഷണൽ ലെവലിലുള്ള ദുഃഖാചരണമായിരുന്നു. വീഡിയോകളൊക്കെ ഇഷ്ടം പോലെ എക്സിലുണ്ട്. അതിൻ്റെ ഒരു രാഷ്ട്രം ഒന്നടങ്കം നിശ്ചലമായി നിൽക്കുന്നത്. ആ അടക്കം ചെയ്യുന്ന സമയത്ത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നവരെല്ലാം വണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് നിശബ്ദരായിട്ട് നിശ്ചലരായിട്ട് നിൽക്കുകയായിരുന്നു. അവരോടുള്ള ആദരസൂചകമായിട്ട് ഒരു വലിയ ഒരു സംഭവമാണത്. അപ്പോൾ ഒക്ടോബർ 7 കൂട്ടക്കൊല നടത്തിയത് ഭീകര സംഘടനയായ ഹമാസ് മാത്രമാണെന്നുള്ള നാട്യം ഇനിയെങ്കിലും അവസാനിപ്പിക്കുക. കാരണം കുറേ എണ്ണം അതും പറഞ്ഞു വരുന്നുണ്ട്. ഹമാസ് ഭീകര സംഘടനയാണ്, അത് ഞങ്ങൾ സമ്മതിച്ചു തരാം. ഹമാസ് ഭീകര സംഘടനയാണ്. പക്ഷേ ഗാസക്കാരൻ മൊത്തം അങ്ങനെ പറയുന്നത് അവരൊന്നും ഭീകരന്മാരല്ല എന്നും പറഞ്ഞു വരുന്ന മതേതരന്മാരുണ്ട്. മുസ്ലിങ്ങൾ ഇതുപോലെ സമ്മതിക്കുകയില്ല. ഹമാസൊക്കെ അവരെ സംബന്ധിച്ച് പോരാളികളാണ്. എന്നാൽ ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന കുറേ എണ്ണമുണ്ട്. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും നിരീശ്വരവാദികളും എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറേ എണ്ണം, ലിബറലിസവും മതേതരത്വവും ഒക്കെ തലക്കി പിടിച്ച കുറേ എണ്ണം, അവന്മാരാണ് ഇതും പറഞ്ഞു വരിക. അത് ഹമാസ് ഭീകര സംഘടനയാണ്, ഗാസക്കാർ അങ്ങനെയല്ല, അതുകൊണ്ട് ഹമാസ് മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. ആ നാട്യം വിടുക. മനസ്സിലായോ? അന്നത്തെ ആ ഒക്ടോബർ 7 ആ ഭീകരാക്രമണത്തിൽ ഇസ്രായേലിനകത്ത് ചെയ്ത് നടത്തിയിട്ടുള്ള ആ ജിഹാദിൽ സിവിലിയൻസ് ആണ് ഭൂരിപക്ഷം. ഗാസയിലെ സിവിലിയൻസ് ആണ് ഭൂരിപക്ഷം. മനസ്സിലായോ? ഈ പലസ്തീനികളുടെ ചിന്ത എപ്പോഴും ജൂതന്മാരെ കൊലപ്പെടുത്തുന്നതിനെ കുറിച്ചായിരുന്നു. അത് തന്നെയായിരുന്നു അവരുടെ ചിന്ത. ഇപ്പോഴത് 9 മാസം പ്രായമുള്ള കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ തട്ടിക്കൊണ്ടുപോകുന്നതിനെ കുറിച്ചും കൂടിയാണ്. തട്ടിക്കൊണ്ടുപോയി തടവിൽ വെച്ച് അവരെ കൊന്ന് ആ മൃതദേഹങ്ങൾ വികൃതമാക്കി കൊടും കുറ്റവാളികളുടെ മോചനം പ്രതിഫലമായി സ്വീകരിച്ചുകൊണ്ട് ആ മൃതദേഹങ്ങൾ അവർ വിൽക്കുകയാണ്. ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ അടുത്ത യഹൂദ കൂട്ടക്കൊല ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് തന്നെ. കാരണം അവരെ തലച്ചോറിൽ അടിച്ചു കയറ്റിയിരിക്കുന്ന ഖുർആനായത്തുകളും ഹദീസുകളും അങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അത് വസ്തുത ഇതായിരിക്കെ അവരെ ഗാസൻ മുസ്ലിങ്ങൾ എന്നല്ലാതെ എന്തിനാണ് ഹമാസ് എന്ന് പറഞ്ഞ് ചുരുക്കി കളയുന്നത്?
ഹമാസ് അല്ല, ഗാസൻ മുസ്ലിങ്ങളാണ് ഒക്ടോബർ 7 ആക്രമണം നടത്തിയത്. ആസൂത്രണം ചെയ്തത് ഹമാസ് ആയിരിക്കും, തുടങ്ങി വെച്ചത് ഹമാസ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ ആക്രമണം നടത്തിയത് സിവിലിയൻസ് തന്നെയാണ്, ഗാസയിലെ സിവിലിയൻസ് തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ വില കൊടുക്കേണ്ടതും ഹമാസ് മാത്രമല്ല, ഗാസൻ മുസ്ലിങ്ങൾ മുഴുവനുമാണ്. ആ വില അവരിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യൻ വിതച്ചത് കൊയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ പറയുന്നത്. 2023 ഒക്ടോബർ 7 ഗാസൻ മുസ്ലിങ്ങൾ വിതച്ചു, അതിനുശേഷം അവരിപ്പോൾ അത് കൊയ്തുകൊണ്ടിരിക്കുന്നു. ആ കൊയ്യുന്ന സമയത്ത് കരച്ചിലും നിലവിളിയും പല്ലുകടിയും മോങ്ങലും ഒക്കെ ഉണ്ട്. ഒരു കാര്യമില്ല, എത്ര കരഞ്ഞിട്ടും ഒരു കാര്യമില്ല. നിങ്ങൾ കൊയ്യാതെ നിങ്ങൾക്ക് ഇത് നിർത്താൻ പറ്റുകയില്ല. എൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. 10 മാസം പോലും തികയാത്തൊരു കൈക്കുഞ്ഞിനെയും 4 വയസ്സുള്ള അവൻ്റെ സഹോദരനെയും അവരുടെ അമ്മയെയും അവരുടെ വീടുകളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി 1.5 മാസം തടവിൽ വെച്ചതിന് ശേഷം കഴുത്ത് ഞെരിച്ചു കൊന്ന് അവരുടെ മൃതദേഹങ്ങൾ കല്ലുകൊണ്ട് ചതച്ച് വികൃതമാക്കുവാൻ എന്തുകൊണ്ടാണ് ഗാസൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചത്? എന്തുകൊണ്ടാണ്? സത്യം പറഞ്ഞാൽ ഗാസൻ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഖുറാനും ഹദീസുകളും അക്ഷരം പ്രതി പിന്തുടരുന്ന ലോകത്തുള്ള ഏതൊരു മുസ്ലിമിൻ്റെയും മൈൻഡ് സെറ്റ് ഇതാണ്, ഇത് തന്നെയാണ്. ഞാൻ ചില ഹദീസുകൾ വായിക്കാം. സാഹിബ് പറയുന്നു, തിരുമേനി അബവായിൽ അല്ലെങ്കിൽ വദ്ധാനിൽ വെച്ച് എൻ്റെ അരികിലൂടെ കടന്നുപോയി. അന്നേരം ഒരു വിഷയത്തെക്കുറിച്ച് തിരുമേനിയോട് ചോദിച്ചു. രാത്രി സമയങ്ങളിൽ ബഹുദൈവ വിശ്വാസികളുടെ ഒരു വീട് ആക്രമിക്കപ്പെടുന്നു. അവരുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആപത്ത് സംഭവിക്കുവാൻ ഇടവരുന്നു. അതിനെക്കുറിച്ച് എന്താണ് അവിടുന്ന് നിർദ്ദേശിക്കുന്നത്? തിരുമേനി അരുളി, ആ സ്ത്രീകളും കുട്ടികളും ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവർ തന്നെയാണല്ലോ. അള്ളാഹുവിനും അവൻ്റെ ദൂതനുമല്ലാതെ മേച്ചിൽ സ്ഥലം സ്ഥാപിക്കാൻ അധികാരമില്ലെന്ന് തിരുമേനി അരുളുന്നതും ഞാൻ കേട്ടു. സഹീഹുൽ ബുഖാരി അധ്യായം 58 ഹദീസ് നമ്പർ 1254. ഇത് മലയാള പരിഭാഷ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇംഗ്ലീഷ് കിട്ടണമെങ്കിൽ സഹീഹുൽ ബുഖാരി 3012 sunna.com ചെന്ന് സഹീഹ് ബുഖാരി എടുത്ത് 3012 ഹദീസ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹദീസ് അവിടെ കാണാനായിട്ട് പറ്റും. അടുത്ത ഹദീസ്, സാബ് ബിൻ ജസാമത്ത് നിവേദനം. ഞാൻ നബിയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഞങ്ങൾ രാത്രിയിൽ ബഹുദൈവ വിശ്വാസികളുടെ കുട്ടികളെ വധിച്ചു പോകാറുണ്ട്. നബി പറഞ്ഞു, അവരും അവരിൽപ്പെട്ടവർ തന്നെയല്ലേ? സഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 32 ഹദീസ് നമ്പർ 26. sunna.com പോയിട്ട് സഹീഹ് മുസ്ലിമിൽ 1745 ബി എന്ന ഹദീസ് നോക്കുക. നിങ്ങൾക്ക് ഈ ഹദീസ് അവിടെ കാണാനായിട്ട് സാധിക്കും. അടുത്ത ഹദീസ്, ഇബ്നു അബ്ബാസ് നിവേദനം. സാബ് ബിൻ ജഥാമ പറഞ്ഞു, രാത്രിയിൽ ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന ബഹുദൈവാരാധകരെ കുറിച്ചും അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും കുറിച്ചും നബിയോട് ചോദിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അവരും അവരിൽപ്പെട്ടവർ തന്നെയാണ്. സുനാൻ ഇബ്നു മജ വോളിയം 4 ബുക്ക് 24 ഹദീസ് നമ്പർ 2839. sunna.com 2839 ഹദീസ് നോക്കിയാൽ നിങ്ങൾക്കിത് കാണാം. അമുസ്ലിങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും വധിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മുഹമ്മദ് പറഞ്ഞ മറുപടിയാണ്, അവരും അവരിൽപ്പെട്ടവർ തന്നെയല്ലേ എന്ന്. അതായത് ആ സ്ത്രീകളും കുട്ടികളും അമുസ്ലിങ്ങളല്ലേ? അവർ ബഹുദൈവാരാധകരല്ലേ? അവർ അള്ളാഹുവിനെ ആരാധിക്കാത്തവരല്ലേ? അങ്ങനെയുള്ളവർ കൊല്ലപ്പെടേണ്ടവരല്ലേ? നിങ്ങളെന്തിനാണ് അതിനെക്കുറിച്ച് ഓർത്ത്, അവർ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നതെന്നാണ് മുഹമ്മദ് അവരോട് ചോദിച്ചത്. തങ്ങളുടെ സ്വന്തം വീടുകളിൽ കിടന്നുറങ്ങിയിരുന്ന ഷിരി ബിബാസിനെയും അവരുടെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും തട്ടിക്കൊണ്ടുപോയി 1.5 മാസത്തോളം ബന്ദികളാക്കി വെച്ച് കൊന്നുകളയാൻ ഗാസൻ മുസ്ലിങ്ങൾക്ക് യാതൊരു മനസാക്ഷി കുത്തും തോന്നാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? അവരുടെ പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള മതനിയമമാണത്. ഇസ്ലാം മതത്തിലെ നിയമങ്ങളിലൊന്ന്. ആ മതനിയമം അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവരുടെ കൈ വിറയ്ക്കേണ്ട ആവശ്യമില്ല. ക്രിസ്ത്യാനികളായ നമ്മൾ ക്രിസ്തുവോ അപ്പോസ്തലന്മാരോ പഠിപ്പിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ കൽപ്പിച്ച കാര്യങ്ങളോ ചെയ്യുമ്പോൾ സന്തോഷമല്ലാതെ ദുഃഖമോ വിഷമമോ തോന്നിയിട്ടുണ്ടോ? കർത്താവ് പറഞ്ഞൊരു കൽപ്പന ഞാൻ അനുസരിക്കുന്നു, എനിക്കതിൽ സന്തോഷം ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പോസ്തലന്മാർ കാണിച്ചു തന്ന മാതൃക അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യം ഞാൻ ചെയ്യുന്നു, എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, ഒരിക്കലും അതിലൊരു വിഷമം ഉണ്ടാവില്ല. ഇത് തന്നെയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചും. അവരുടെ പ്രവാചകനുണ്ട്, കള്ളപ്രവാചകൻ കാട്ടറബി, അവരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കൊരു വിഷമവുമില്ല. അതുകൊണ്ടാണ് ലോകമെങ്ങും അമുസ്ലിം സ്ത്രീകളെയും
അമുസ്ലിം കുഞ്ഞുങ്ങളെയും കൊല്ലാൻ മുഹമ്മദിനെ ഫോളോ ചെയ്യുന്ന യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് ഒരു മടിയുമില്ലാത്തത്? മൃതദേഹങ്ങൾ വികൃതമാക്കിയ കാര്യത്തിലും ഖാസൻ മുസ്ലിങ്ങൾ ഖുർആനാണ് മാതൃകയാക്കിയതെന്ന് കാണാം. സൂറ 8:12 ഇങ്ങനെയാണ്: സത്യനിഷേധികളുടെ മനസ്സുകളിൽ ഞാൻ ഭയമിട്ടുകൊടുക്കുന്നതാണ്. അതിനാൽ കഴുത്തുകൾക്ക് മീതെ നിങ്ങൾ വെട്ടിക്കൊള്ളുക, അവരുടെ വിരലുകളെല്ലാം നിങ്ങൾ വെട്ടിക്കളയുകയും ചെയ്യുക. സൂറ 8:12. ഈ കഴുത്തിന് മീതെ വെട്ടാൻ പറയുന്നത് അവരെ കൊല്ലാനാണ്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ് അവരുടെ വിരലുകളെല്ലാം നിങ്ങൾ വെട്ടിക്കളയണമെന്ന്. ആദ്യം കഴുത്തിന് വെട്ടി കൊന്നു കളഞ്ഞവരുടെ കൈകാലുകളിലെ വിരലുകളും വെട്ടിക്കളയണമെന്ന് പറഞ്ഞാൽ മൃതദേഹത്തെ അപമാനിക്കണമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ഖുർആൻ കൽപ്പിച്ചിരിക്കുന്നത് അതാണ്, മൃതദേഹങ്ങളെ അപമാനിക്കുക. ഈ കൽപ്പനയുള്ളത് കൊണ്ടാണ് ഇന്നും മൃതദേഹങ്ങളെ അപമാനിക്കാൻ മുസ്ലിങ്ങൾക്ക് യാതൊരു മടിയുമില്ലാത്തത്. എഴുത്തും വായനയും അറിയാതിരുന്ന കാട്ടറബിയെ ഫോളോ ചെയ്യുന്ന ഏതൊരാളുടെയും മൈൻഡ് സെറ്റ് അതാണ്. അത് മദ്രസ വിദ്യാഭ്യാസം മാത്രമുള്ളവൻ്റെ ആ മൈൻഡ് സെറ്റ് അല്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കരുത്. ഇത് ഇവന്മാർക്ക് മദ്രസ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ, അവർക്ക് സെക്കുലർ വിദ്യാഭ്യാസം ഒന്നും കിട്ടിയിട്ടില്ല, പരിഷ്കൃതരല്ല, അതുകൊണ്ടാണ് അപരിഷ്കൃതരായിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചിന്തിക്കണ്ട. എത്ര ഉയർന്ന വിദ്യാഭ്യാസമുള്ള മുസ്ലിം ആയാലും ഖുർആനിൽ അവൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, മുഹമ്മദിന്റെ സുന്ന അവൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മൃതദേഹങ്ങളെ അപമാനിക്കാൻ ഒരു മടിയും അവനുണ്ടാകില്ല. ഞാനിത് വെറുതെ പറയുന്നതല്ല. കുറേ തെളിവുകളുണ്ട്, ഒരെണ്ണം മാത്രം, വിസ്തരഭയം കൊണ്ട് ഞാൻ ഒരു തെളിവ് മാത്രം നൽകാം. ഈ പാകിസ്ഥാൻ ഭരണഘടന റദ്ദാക്കി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി പാകിസ്ഥാൻ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ടായി. 2019 പാകിസ്ഥാനിലെ പ്രത്യേക കോടതി വിധി മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് ഇങ്ങനെയാണ്: വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫ് മരിക്കുകയാണെങ്കിൽ മൃതദേഹം വണ്ടിയുടെ പുറകിൽ കെട്ടി പാർലമെന്റിലേക്ക് വലിച്ചിഴയ്ക്കണമെന്നും 3 ദിവസം കെട്ടിത്തൂക്കണമെന്നും പ്രത്യേക കോടതിയുടെ വിധി. മുഷറഫിനെ മരിക്കും വരെ തൂക്കണമെന്ന് 167 പേജുള്ള ശിക്ഷാവിധിയിൽ പെഷവാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വഖാർ അഹമ്മദ് സേട്ട് വ്യക്തമാക്കിയിരുന്നു. ചികിത്സയിലുള്ള മുഷറഫിനെ എത്രയും വേഗം പിടികൂടി നിയമം നടപ്പാക്കാൻ കോടതി നിയമപാലകരോട് ആവശ്യപ്പെടുന്നുണ്ട്. പിടിയിലാകുന്നതിന് മുമ്പ് മുഷറഫ് മരിക്കുകയാണെങ്കിൽ ഇസ്ലാമാബാദിലെ ഡി ചൗക്കിലേക്ക് മൃതദേഹം വലിച്ചിഴച്ചു കൊണ്ടുവരണം, 3 ദിവസത്തേക്ക് കെട്ടിത്തൂക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു. ഒരു കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ വെറും മദ്രസ വിദ്യാഭ്യാസം മാത്രം കിട്ടിയവനായിരിക്കില്ലല്ലോ, സെക്കുലർ വിദ്യാഭ്യാസവുമുള്ള ആളായിരിക്കില്ലേ? അങ്ങനെയുള്ള ആളാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. എത്ര സെക്കുലർ വിദ്യാഭ്യാസം കിട്ടിയ ആളായാലും ഖുർആനും ഹദീസുകളും ഫോളോ ചെയ്യുന്നവനാണെങ്കിൽ അവൻ്റെ തലച്ചോറ് വർക്ക് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. പർവേസ് മുഷറഫ് ദുബായിൽ കിടന്ന് മരിച്ചതുകൊണ്ട് അങ്ങേരുടെ മൃതദേഹത്തിന് അപമാനം നേരിടേണ്ടി വന്നില്ല. ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇസ്ലാം എന്ന മതം പൈശാചിക മതമാണ്. പിശാചാണ് അതിൻ്റെ പുറകിലുള്ളത്. സ്ത്രീകളെയും കുട്ടികളെയും വരെ ആക്രമിക്കാനും കൊല്ലാനും തട്ടിക്കൊണ്ടുപോകാനും അവരുടെ മൃതദേഹങ്ങളെ വരെ അപമാനിക്കാനുമെല്ലാം മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ഐഡിയോളജിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ജർമ്മനിയിലും UK-യിലും ഫ്രാൻസിലുമൊക്കെ ജിഹാദികൾ നടത്തിയ കത്തി ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടതിൻ്റെ വാർത്തകൾ നാം ധാരാളം കേട്ടിട്ടുണ്ട്, അതിൻ്റെ വീഡിയോകൾ കണ്ടിട്ടുമുണ്ട്. ഇനി അത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മുഹമ്മദ് പഠിപ്പിച്ച അവരുടെ മതത്തിൻ്റെ നിയമമാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. മനസ്സിലായോ? മതത്തെക്കുറിച്ച് അറിവില്ലാത്തവരല്ല അവർ, കൃത്യമായിട്ട് അത് മനസ്സിലാക്കി തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. 7-ാം നൂറ്റാണ്ടിൽ അറേബ്യൻ മരുഭൂമിയിൽ പിശാചുണ്ടാക്കിയെടുത്ത മതത്തിൻ്റെ മുഖം മൂടിയിട്ട് വരുന്ന ഈ കൊലപാതക കൂട്ടങ്ങൾക്കെതിരെ ലോകവ്യാപകമായി പ്രതിരോധമുണ്ടാകേണ്ടത് ആവശ്യമാണ്. അതല്ലെങ്കിൽ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ മക്കളോ അതുവരെയേ നമ്മുടെ തലമുറകൾ നിലനിൽക്കുകയുള്ളൂ. മനസ്സിലായോ? അതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയില്ല. ഇവരുടെ കയ്യാൽ ഒടുങ്ങിപ്പോകേണ്ടി വരും. ഭാവി കാണാൻ കഴിയാത്ത താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഇടതനും വലതനും മുസ്ലിം വോട്ടുകളിൽ കണ്ണുനട്ട് അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി അവർക്കായി എന്ത് വിട്ടുവീഴ്ചകളും ചെയ്തു കൊടുക്കുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഇത് പ്രതിരോധിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ തുറന്നു കാണിക്കാൻ നിങ്ങളാൽ കഴിയുന്നിടത്തോളം നിങ്ങളെല്ലാം തയ്യാറാവുക. ഇപ്പോൾ പണ്ടത്തതുപോലെയൊന്നുമല്ല. 10-15 കൊല്ലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെ തുറന്നു കാണിക്കാൻ
ഒരു ജെറി തോമസോ ഒരു ജോൺസൺ തേക്കടയിലോ അല്ലെങ്കിൽ ഒരു അനിൽകുമാർ അയ്യപ്പനോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ദൈവകൃപയാൽ ഇന്ന് ധാരാളം ക്രൈസ്തവർ ഈ രംഗത്തുണ്ട്. ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ അല്ലാത്തവർ ഇഷ്ടംപോലെയുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ടത്തേതുപോലെയുള്ള ഭീഷണികളും ഭയപ്പെടുത്തലുകളും എതിർപ്പുകളും ഒന്നും ഇപ്പോഴില്ല. മനസ്സിലായോ? കൈ വെട്ടുമോ കാല് വെട്ടുമോ എന്നുള്ള ആ പേടി അതൊക്കെ പണ്ടുണ്ടായിട്ടുണ്ട്. ഇപ്പം ഇല്ല. ഇപ്പം അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത്രയധികം ഇവരെ ഏറി നിൽക്കുകയാണ്. എന്നാൽ ചില വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ കേരളത്തിലെ സ്ഥിതി മാറും. ഇപ്പോഴത്തെ ഈ സ്ഥിതി നിങ്ങൾ നോക്കണ്ട. ആ സമയത്ത് ഭരണം മുസ്ലിങ്ങളുടെ കയ്യിലായിരിക്കും. ഈ പ്രീണനത്തിന്റെ ഫലമായിട്ട് കൊങ്ങികളും ഇല്ലാതാകും, കമ്മികളും ഇല്ലാതാകും. ഒരു വശത്ത് BJPയും മറുവശത്ത് മുസ്ലിം ലീഗും മാത്രമാകും. ആ ലെവലിലേക്ക് ഇത് മാറും. കേരള രാഷ്ട്രീയം മാറും. ആ സമയമാകുമ്പോൾ ഹിന്ദുക്കളൊക്കെ ന്യൂനപക്ഷമായിരിക്കും. അതുകൊണ്ട് തന്നെ BJP ഒന്നും ഒരിക്കലും അധികാരത്തിലെത്തുകയുമില്ല. മനസ്സിലായോ? ഭരണം അവരുടെ മുസ്ലിങ്ങളുടെ കയ്യിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇസ്ലാമിനെതിരെ ഒരക്ഷരം മിണ്ടാൻ പറ്റാത്ത സാഹചര്യം വരും. എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ ഉടനെ കേസ് കൂട്ടം, അതിൻ്റെ പുറകിൽ നിങ്ങൾ പോകേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ മതം വിട്ട് പുറത്തേക്ക് പോകണം. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാലാണ് ഇതുപോലെയുള്ള അപകടങ്ങൾ വരിക. അവർ ന്യൂനപക്ഷമായിരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. ന്യൂനപക്ഷമായിരിക്കുന്നിടത്ത് വളരെ ചെറിയ ന്യൂനപക്ഷമാണെങ്കിൽ ഇവരെ പോലെ എക്സ്ട്രാ ഡീസന്റ് ലോകത്ത് വേറെ ആരുമില്ല. പിന്നെ ന്യൂനപക്ഷത്തിൽ തന്നെ കുറച്ച് കൂടി വരുന്ന സമയത്ത് ഇവരുടെ സ്വഭാവം മാറും. അത് വേറെ കാര്യം. പക്ഷെ എന്തായാലും ഇവർ ന്യൂനപക്ഷമായിരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് പോലെ ഇവരെ കൊന്നിട്ടില്ലാതാക്കുക, അങ്ങനെ ആ കാര്യമല്ല നമ്മൾ പറയുന്നത്. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ഒരു ക്രിസ്ത്യാനിയുടെ മനസ്സിൻ്റെ ഏഴായാലത്ത് അവൻ്റെ ഭ്രാന്തൻ സ്വപ്നത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഒരു ചിന്ത. കാരണം അതിനകത്ത് എത്ര പേര് നാളെ ക്രിസ്ത്യാനികളായി തീരുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവരെല്ലാം നമ്മൾ ഭാവിയിലെ ക്രിസ്ത്യാനികളായി തന്നെ കാണേണ്ടവരാണ്. അതുകൊണ്ട് വെറുപ്പ്, അവരോടുള്ള വെറുപ്പോ ഉറപ്പോ അങ്ങനെ ആ ചിന്ത പാടില്ല. അവരുടെ ഐഡിയോളജിയോട് നമുക്ക് ശക്തമായ എതിർപ്പുണ്ടാവണം. പക്ഷെ അതിൻ്റെ അനുയായികളായിരിക്കുന്ന ഇരകളായിരിക്കുന്ന ആൾക്കാരോട് എതിർപ്പോ വെറുപ്പോ അല്ല. അവരോർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അവരോട് അവരുടെ മതത്തെക്കുറിച്ച് തുറന്നു കാണിക്കുകയും വേണം. അവരുടെ അവർ മതം ഉപേക്ഷിച്ച് പുറത്തു വരണം എന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അല്ലാഹുവും മുഹമ്മദും ഖുറാനും എല്ലാം വെറും ഫേക്കുകളാണ്. അത് നാശം മാത്രമേ ലോകത്തിനുണ്ടാവുകയുള്ളൂ. അള്ളാഹു സത്യദൈവമല്ല, മുഹമ്മദ് സത്യദൈവത്തിൻ്റെ പ്രവാചകനുമല്ല, ഖുറാൻ സത്യദൈവത്തിൻ്റെ വചനവുമല്ല എന്നുള്ള കാര്യമൊക്കെ അവർ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഇസ്ലാമിനെ തുറന്നു കാണിക്കണമെന്ന് പിന്നെയും ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. മനസ്സിലായോ? അത് ചെയ്യാതെ നമുക്കിതിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയില്ല. ഇതിന് ബദലായിട്ട് കൊടുക്കാനുള്ളത് ഇവരുടെ ഉള്ളിൽ ഉറച്ച മതബോധമുണ്ട്. അതുപോലെ ദൈവബോധം, ഫേക്ക് ദൈവമാണെങ്കിലും പിശാചിനെയാണ് ദൈവം എന്നവർ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അവരുടെ ഉള്ളിൽ അതുമുണ്ട്, ദൈവബോധമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിരീശ്വരവാദത്തെക്കാൾ ഫലപ്രദമായിട്ടുള്ളത്, അതിന് ബദലായിട്ട് നമുക്ക് വെക്കാനുള്ളത് സുവിശേഷമാണ്. യേശുക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു, യേശുക്രിസ്തു നിന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിനക്ക് വേണ്ടി യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കയറി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. നീ യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ചാൽ നിനക്ക് രക്ഷയുണ്ട്. നീ പിന്നെ അള്ളാഹുവിൻ്റെ അടിമയായിരിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ മകനായിട്ട് മാറാം, മകളായിട്ട് മാറാം. ദൈവമക്കളെന്നുള്ള അവകാശവും അധികാരവും നിങ്ങൾക്കുണ്ട് എന്ന് അവരെടുത്ത് പറയാൻ നമുക്ക് സാധിക്കണം. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഇതിനൊന്നും വയ്യ എന്നാണെങ്കിൽ 1-2 തലമുറകൾക്കപ്പുറം ഇത് മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് പോകുന്നത് കണ്ട് നിങ്ങളുടെ തലമുറകൾ, അടുത്ത തലമുറകൾ, മക്കളോ പേരക്കുട്ടികളോ ഒക്കെ ദിമ്മികളായിട്ടിവിടെ കഴിയുന്നത് കണ്ട് നിങ്ങൾ കണ്ണടക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ദുരവസ്ഥ ഉണ്ടാകരുതെന്ന് കരുതിയിട്ടാണ് പിന്നെയും ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നമ്മുടെ എല്ലാവരുടെയും മേൽ ഇരിക്കുമാറാകട്ടെ. ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.